നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. ചൂട് എങ്ങനെയുണ്ട് അതെങ്ങനെ ചോദിക്കും? ചൂടെന്നുള്ളതിന് ഗർമി. ഗർമി കൈസേ ഹേ. ഗർമി കൈസേ ഹേ. ചൂട് എങ്ങനെയുണ്ട്? ചൂട് വളരെ കൂടുതലാണ്. ഗർമി ബഹുത് ജ്യാദാ ഹേ. ചൂട് വളരെ കൂടുതലാണെന്നുള്ളതിന് ഗർമി ബഹുത് ജ്യാദാ ഹേ. ഞാൻ ദിവസത്തിൽ 2 പ്രാവശ്യം കുളിക്കുന്നുണ്ട്. ദിവസവും ഞാൻ 2 പ്രാവശ്യം കുളിക്കും എന്നുള്ളത് പറയുകയാണ്. മേ ദിൻമേ 2 ബാർ സ്നാൻ കർത്താ ഹൂം. മേ ദിൻമേ എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ 2 ബാർ 2 പ്രാവശ്യം സ്നാൻ കർത്താ ഹൂം കുളിക്കുന്നുണ്ട്. മേ ദിൻമേ 2 ബാർ സ്നാൻ കർത്താ ഹൂം. എന്നിട്ടും ഒരു പ്രയോജനവുമില്ല. ഫിർ ഭി എന്നിട്ടും. ഫിർ ഭി കോയി ഫായദ നഹി. ഒരു പ്രയോജനവുമില്ല. ഫിർ ഭി കോയി ഫായദ നഹി. എന്നിട്ടും ഒരു പ്രയോജനവുമില്ല. മേ ദിൻമേ 2 ബാർ സ്നാൻ കർത്താ ഹൂം. ഫിർ ഭി കോയി ഫായദ നഹി. ഞാൻ ദിവസത്തിൽ 2 പ്രാവശ്യം കുളിക്കുന്നുണ്ട്, എന്നിട്ടും ഒരു പ്രയോജനവുമില്ല. പകൽ വെളിയിൽ പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പകൽ എന്നുള്ളതിന് ദിൻമേ എന്ന് പറയും. പകൽ ദിൻമേ. വെളിയിൽ പോകുന്നത് ബാഹർ ജാന. വെളിയിൽ പോകുന്നതെന്നുള്ളതിന് ബാഹർ ജാന. വളരെ ബുദ്ധിമുട്ടാണ്. ബഹുത് മുഷ്കിൽ ഹേ അല്ലെങ്കിൽ ബഹുത് മുഷ്കിൽ ഹോത്താ ഹേ. വെയിൽ കൂടുതലായതുകൊണ്ട് പകൽ വെളിയിൽ പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ദിൻമേ ബാഹർ ജാന ബഹുത് മുഷ്കിൽ ഹോത്താ ഹേ. ഗർമി ജ്യാദാ ഹേ ഇസ്ലിയെ ദിൻമേ ബാഹർ ജാന ബഹുത് മുഷ്കിൽ ഹോത്താ ഹേ. പകൽ വെളിയിൽ പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. മുഷ്കിൽ ഹോത്താ ഹേ എന്നോ മുഷ്കിൽ ഹേ എന്നും പറയാം. അടുത്ത സെൻറ്റൻസ് നമുക്ക് കുറേശ്ശെയായിട്ട് നോക്കാം. ഈ കാലാവസ്ഥയിൽ എന്നുള്ളതിന് ഏയ് മൗസമ്മേ അല്ലെങ്കിൽ ഇസ് മൗസമ്മേ. ഇസ് മൗസമ്മേ ഈ കാലാവസ്ഥയിൽ പൊടി കൊണ്ട് ധൂൾസേ നിറഞ്ഞ എന്നുള്ളതിന് ഭരാഹുവ. ധൂൾസേ ഭരാഹുവ എന്ന് പറഞ്ഞാൽ പൊടി കൊണ്ട് നിറഞ്ഞ. ധൂൾസേ ഭരാഹുവ പൊടി കൊണ്ട് നിറഞ്ഞ. ചൂട് കാറ്റെന്നുള്ളതിന് ഗരം ഹവ. ചൂട് കാറ്റെന്നുള്ളതിന് ഗരം ഹവ. ദിവസം മുഴുവൻ പൂരാദിൻ. ദിവസം മുഴുവൻ എന്നുള്ളതിന് പൂരാദിൻ. വീശിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചൽത്തി രഹത്തി ഹേ. ചൽത്തി രഹത്തി എന്ന് പറഞ്ഞാൽ വീശിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഈ കാലാവസ്ഥയിൽ എന്നുള്ളതിന് എന്ത് പറയാം? ഇസ് മൗസമ്മേ അല്ലെങ്കിൽ എഹ് മൗസമ്മേ പൊടി കൊണ്ട് നിറഞ്ഞ ചൂടുകാറ്റ്. ധൂൾസേ ഭരാഹുവ ഗരം ഹവ. പൊടി കൊണ്ട് നിറഞ്ഞ ധൂൾസേ ഭരാഹുവ ഗരം ഹവ ചൂടുകാറ്റ്. ദിവസം മുഴുവൻ വീശിക്കൊണ്ടിരിക്കുന്നു. അതിന് പൂരാദിൻ ചൽത്തി രഹത്തി ഹേ. ദിവസം മുഴുവൻ വീശിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് പൂരാദിൻ ചൽത്തി രഹത്തി ഹേ. അപ്പം മുഴുവനായിട്ട് നമ്മളെങ്ങനെ പറയും? ഇസ് മൗസമ്മേ ധൂൾസേ ഭരാഹുവ ഗരം ഹവ പൂരാദിൻ ചൽത്തി രഹത്തി ഹേ. ഈ കാലാവസ്ഥയിൽ പൊടി കൊണ്ട് നിറഞ്ഞ ചൂടുകാറ്റ് ദിവസം മുഴുവൻ വീശിക്കൊണ്ടിരിക്കുന്നു. ഇസ് മൗസമ്മേ ധൂൾസേ ഭരാഹുവ ഗരം ഹവ പൂരാദിൻ ചൽത്തി രഹത്തി ഹേ. ഇത് വീണ്ടും വീണ്ടും കേട്ട് കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അടുത്തത് വർഷത്തിലെ ഏറ്റവും ചൂട് കൂടിയ കാലാവസ്ഥയായിട്ടും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇതിഷ്ടമാണ്. എന്നുവെച്ചാൽ ഈ കാലാവസ്ഥയാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം. അതെങ്ങനെ പറയും? സാൽക്കെ വർഷത്തിലെ സബ്സെ ഗരം മൗസം ഹോനേക്കെ ബാവജൂദ്. എന്നിട്ടും ബാവജൂദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നിട്ടും വർഷത്തിലെ ഏറ്റവും ചൂട് കൂടിയ കാലാവസ്ഥയായിട്ടും ബച്ചോങ്കോ കുട്ടികൾക്ക് ഏത് സബ്സെ ജ്യാദ പസന്ദാത്താ ഹേ. ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടമാകുന്നു കുട്ടികൾക്ക്. സാൽക്കെ സബ്സെ ഗരം മൗസം ഹോനേക്കെ ബാവജൂദ് വർഷത്തിലെ ഏറ്റവും ചൂട് കൂടിയ കാലാവസ്ഥയായിരുന്നിട്ടും കുട്ടികൾക്കിത് കൂടുതൽ ഇഷ്ടമാണ്. ബച്ചോങ്കോ ഏ സബ്സെ ജ്യാദാ പസന്ദേ. ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. ബച്ചോങ്കോ എഹ് സബ്സെ ജ്യാദാ പസന്ദേ. കുട്ടികൾക്കിത് ഏറ്റവും കൂടുതലാണ്. സാൽക്കെ സബ്സെ ഗരം മൗസം ഹോനേക്കെ ബാവജൂദ് ബച്ചോങ്കോ എഹ് സബ്സെ ജ്യാദാ പസന്ദാത്താ ഹേ. ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ വലിയ സെൻറ്റൻസുകളും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ സെൻറ്റൻസ് ആയിട്ട് ഇടുന്നത്. അത് 3-4 പ്രാവശ്യം അത് നോക്കി കുറേശ്ശെ ആയിട്ട് നോക്കണം. ചെറിയ ചെറിയ വാക്കുകൾ ആദ്യം പറഞ്ഞ് നോക്കണം, എന്നിട്ട് ചേർത്ത് പറയണം. സാൽക്കെ സബ്സെ ഗരം മൗസം ഹോനേക്കെ ബാവജൂദ് ബച്ചോങ്കോ എഹ് സബ്സെ ജ്യാദാ പസന്ദാത്താ ഹേ.
വർഷത്തിലെ ഏറ്റവും ചൂട് കൂടിയ കാലാവസ്ഥയായിട്ടും കുട്ടികൾക്കിത് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. സ്കൂളിലും കോളേജിലും അവധിയായിരിക്കും. അതെങ്ങനെ പറയാം? സ്കൂൾ ഔർ കോളേജ് മേ ഛുട്ടി ഹോഗി. ഛുട്ടി ഹോഗി എന്ന് പറഞ്ഞാൽ അവധിയായിരിക്കും. സ്കൂളിലും കോളേജിലും അവധിയായിരിക്കും. സ്കൂൾ ഔർ കോളേജ് മേ ഛുട്ടി ഹോഗി. പഠിക്കുന്നതിൻ്റെ കൂടുതൽ ഭാരമുണ്ടാകില്ല. അധ്യയൻ കാ ജ്യാദാ ബോജ്. ബോജ് എന്ന് പറഞ്ഞാൽ ഭാരം. ജ്യാദാ ബോജ് നഹി ഹോത്താ ഹേ. അധ്യയൻ കാ ജ്യാദാ ബോജ് എന്ന് പറഞ്ഞാൽ പഠനത്തിൻ്റെ ഭാരം. നമ്മൾ പറയത്തില്ലേ, പഠനത്തിൻ്റെ ഭയങ്കരമായ ഭാരം. അധ്യയൻ കാ ജ്യാദാ ബോജ് നഹി ഹോത്താ ഹേ, ഉണ്ടാകില്ല. അധ്യയൻ കാ ജ്യാദാ ബോജ് നഹി ഹോത്താ ഹേ. ചൂടുകാലത്ത് പകൽ വലുതും രാത്രി ചെറുതുമായിരിക്കും. പകൽ കൂടുതൽ സമയം, രാത്രി കുറച്ച് സമയമായിരിക്കും. അതെങ്ങനെ പറയാം? ഗർമി കെ മോസമേ. ചൂടുകാലത്ത് എന്നുള്ളതിന് ഗർമി കെ മോസമേ ദിൻ ബഡേ എന്ന് പറഞ്ഞാൽ പകൽ വലുത്. ഏവം അതുപോലെ രാത് ഛോട്ടെ ഹോത്തെ ഹേ, രാത്രി ചെറുതുമായിരിക്കും. ഗർമി കെ മോസമേ ദിൻ ബഡേ ഏവം രാത് ഛോട്ടെ ഹോത്തെ ഹേ. നമ്മൾ സുഖകരമായ കോട്ടൺ വസ്ത്രം ധരിക്കണം. ഹമേ ആരാംദായക്. ആരാംദായക് എന്ന് പറഞ്ഞാൽ നല്ല സുഖം തോന്നുന്ന. ആരാംദായക് സൂത്തി കപ്പടെ പെഹന്ന ചാഹിയേ. കോട്ടൺ വസ്ത്രം ധരിക്കണം. ഹമേ ആരാംദായക് സൂത്തി കപ്പടെ പെഹന്ന ചാഹിയേ. നമ്മൾ സുഖകരമായ കോട്ടൺ വസ്ത്രം ധരിക്കണം. ഹമേ ആരാംദായക് സൂത്തി കപ്പടെ പെഹന്ന ചാഹിയേ. ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായി. അതെങ്ങനെ പറയും? ഗർമീസെ ബച്നെ കെ ലിയേ. ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നുള്ളതിന് ഗർമീസെ ബച്നെ കെ ലിയേ തണുത്ത സാധനങ്ങൾ. ടണ്ടി ചീസേ. തണുത്ത സാധനങ്ങൾ എന്നുള്ളതിന് ടണ്ടി ചീസേ. കഴിക്കുകയും കുടിക്കുകയും ചെയ്യണം. ഖാനി പീനി ചാഹിയേ. ഖാനി പീനി ചാഹിയേ. ഗർമി സെ ബച്നെ കെ ലിയേ ഹമേ നമ്മൾ ടണ്ടി ചീസേ ഖാനി പീനി ചാഹിയേ. കഴിക്കുകയും കുടിക്കുകയും ചെയ്യണം. ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായി നമ്മൾ തണുത്ത സാധനങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യണം. ഗർമി സെ ബച്നെ കെ ലിയേ ഹമേ ടണ്ടി ചീസേ ഖാനി പീനി ചാഹിയേ. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള പ്രദേശത്ത് ഹം അപ്പനെ ആസ്പാസ് കെ ക്ഷേത്രവുമേ. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള പ്രദേശത്ത് എന്ന് വെച്ചാൽ അപ്പനെ ആസ്പാസ് കെ ക്ഷേത്രവുമേ. ക്ഷേത്രവുമേ എന്ന് പറഞ്ഞാൽ പ്രദേശത്ത് ചെടികളും മരങ്ങളും, അല്ലെങ്കിൽ മരങ്ങളും ചെടികളും എന്ന് പറഞ്ഞാൽ പേട് പൗധേ. പേട് പൗധേ എന്ന് പറഞ്ഞാൽ മരങ്ങളും ചെടികളും. ലഗാന ചാഹിയേ എന്ന് പറഞ്ഞാൽ വെക്കണം. ഹമേ അപ്പനെ ആസ്പാസ് കെ ക്ഷേത്രവുമേ പേട് പൗധേ ലഗാന ചാഹിയേ. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള പ്രദേശത്ത് ചെടികളും മരങ്ങളും വെക്കണം. ഹമേ അപ്പനെ ആസ്പാസ് കെ ക്ഷേത്രവുമേ പേട് പൗധേ ലഗാന ചാഹിയേ. പക്ഷികൾക്ക് വേണ്ടി. പക്ഷിയോം കേലിയേ. പക്ഷിയോം കേലിയേ പക്ഷികൾക്ക് വേണ്ടി. ഇടനാഴികളിൽ അല്ലെങ്കിൽ ഇടവഴികളിൽ. ഗലിയാരേമേ കോറിഡോറിൽ. കട്ടോരിമേ പാനി രഖ്ന ചാഹിയേ. കട്ടോരി എന്ന് പറഞ്ഞാൽ ചെറിയ ബൗളിനെയാണ് കട്ടോരി എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷിയോം കേലിയേ ഗലിയാരേമേ കട്ടോരിമേ പാനി രഖ്ന ചാഹിയേ. പക്ഷികൾക്ക് വേണ്ടി ഇടവഴികൾ അല്ലെങ്കിൽ കോറിഡോറിൽ പാത്രങ്ങളിൽ വെള്ളം വെക്കണം, അല്ലെങ്കിൽ ചെറിയ ബൗളിൽ വെള്ളം വെക്കണം. കട്ടോരിമേ പാനി രഖ്ന ചാഹിയേ. സൂര്യാഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാനായി. സൂര്യാഘാതത്തിന് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ സൂര്യാഘാതം എന്ന് പറയാം. ബച്നെ കെ ലിയേ രക്ഷപ്പെടാനായി ഹമേ ജ്യാദാ പാനി പീന ചാഹിയേ കൂടുതൽ വെള്ളം കുടിക്കണം. സൺസ്ട്രോക്ക് അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് സെ ബച്നെ കെ ലിയേ ഹമേ ജ്യാദാ പാനി പീന ചാഹിയേ. അപ്പം നമ്മൾ കുറച്ച് സെൻറ്റൻസുകൾ നോക്കി. ഇതെല്ലാം നിങ്ങൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. കേട്ട് വീണ്ടും വീണ്ടും ആരോടെങ്കിലും പറഞ്ഞുമൊക്കെ പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക. ഹിന്ദി സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അടുത്ത വീഡിയോയുമായി വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്